അപ്പോൾ അവർ ആ ഒരു എന്താ പറയുക മൊമെന്റ് എനിക്ക് തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതിൽ രതീഷേട്ടനും ദിലീപേട്ടനും നീത ചേച്ചിയും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അംബിക ആൻറ്റിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തങ്കമണിയിൽ. അപ്പോൾ വിതൗട്ട് മച്ച് ഡിലേ മാർച്ച് 7th തങ്കമണി ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. ഇല്ലേ? തീർച്ചയായിട്ടും കാണണം, അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയിപ്പോൾ രമ്യ ഈ ഒരു തങ്കമണിയിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഡേയ്സ് അതെല്ലാം കഴിഞ്ഞു, പാക്കപ്പ് ആയി. അതിനുശേഷം സ്ഥലമാണ്. കാരണം ഭയങ്കര സർക്കാർ പേരാണ് നമ്മുടെ കാലിക്കറ്റിലുള്ളവർ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഡയറ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാലിക്കറ്റ് വരുമ്പോഴാണ്. കാരണം ഞാൻ ഇങ്ങോട്ടിപ്പോൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് വിളിക്കുക. വീട്ടിൽ നമുക്ക് കാണിക്കുന്നത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒരു രണ്ടാമത്തെ സിനിമയാണ് ഞാനിത് ചെയ്യുന്നത്. സോ അതിനൊരു വലിയ അവസരം നൽകിയ നമ്മുടെ ഡയറക്ടർ രതീഷ് ചേട്ടനാണ്. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സുഖിച്ചേട്ടൻ, ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ടുണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനായിട്ട് കുറേ കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ സിനിമ കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എല്ലാ പറഞ്ഞതും മനസ്സിലായി. ഒരുപാട് നേരമായി. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ പ്രാവശ്യവും ഡേറ്റ് മാറുമ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക എപ്പോഴാണ് തരംഗം റിലീസാവുക. ഇപ്പോൾ ലാസ്റ്റ് മാർച്ച് 7 റിലീസാവുക.